അപ്പോൾ ലോകകപ്പ് ഫൈനലിൽ നമ്മൾ മിനിറ്റുകൾ എണ്ണി കാത്തു നിൽക്കുമ്പോൾ ഞങ്ങൾ എത്തി നിൽക്കുന്നത് മലപ്പുറത്ത് വാഴക്കാടാണ്. വാഴക്കാട്ടേക്ക് എത്തുമ്പോൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സുബൈർ വാഴക്കാട് മലപ്പുറത്തെ വാഴക്കാട്ടെ അർജന്റീനയുടെ സ്ഥാപക നേതാവെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നാളത്തെ അല്ല കളി ഫൈനൽ എങ്ങനെയാണ്? ഫൈനൽ എന്ന് പറഞ്ഞാൽ നാളെ അർജന്റീനക്കെതിരെ എല്ലാ ഫാൻസും ഒന്നായിരുന്നു. എല്ലാ ഫാൻസും ഒന്നായിട്ട് 46 ഫാൻസ് പോലും ഒറ്റക്കെട്ട. അതെ, സാമ്പാറിന് മുകളിൽ പോയി. അപ്പൊ നാളെ അർജന്റീന സംബന്ധിച്ചിടത്തോളം ബ്രിട്ടന് ഇംഗ്ലണ്ടിനെതിരെ കളിച്ച കളി പുറത്തെടുക്കുകയാണെങ്കിൽ ഇതുവരെ അർജന്റീന വീക്കായി. അപ്പൊ ഇംഗ്ലണ്ടിനെതിരെ കളിച്ച കളി പുറത്തെടുക്കുകയാണെങ്കിൽ സ്പെയിൻ ഒന്നുമല്ല. സ്പെയിൻ യമാൽ എന്ന് പറഞ്ഞ സ്ട്രൈക്കർ നല്ല ഫോമിലാണ്. ആ വില്യംസ് ഫോമിലല്ല. യമാൽ വില്യംസ് ആ കൂട്ടുകെട്ട് വില്യംസ് പോരാ. അവിടെ പിന്നെ ലൂയിസ് ഡെലഫോണ്ട എന്ന് പറഞ്ഞ കോച്ച് നല്ല തന്ത്രശാലിയായ കോച്ചാണ്. അവിടെ യമാലും ബാർക്കോള, ഒലീസ, ഉസ്മാൻ ഡംബലെ ഓലൊന്നും കളത്തിൽ കാണാത്ത ഒരു അവസ്ഥയാണ് ലൂയിസ് ഡെലഫോണ്ട ഉണ്ടാക്കിയത്. ഡേവിഡ് ഉനൈസൺ സോമൻ ഗോൾ കീപ്പർ നല്ല ഫോമിലാണ്. പൗ ഗുബാസി ഉണ്ട്, ഡാനി ഇവരുണ്ട്, റോബില്ലോ നോർബറ്റ് ഉണ്ട്, കുക്കുർലയുണ്ട്, പെട്രോ പോറയുണ്ട്, മാർട്ടിൻ സുബിമെൻഡി ഉണ്ട്. അവിടെ ഗാവി പെട്രി, യമാൽ വില്യംസ് അടങ്ങുന്ന സ്പെയിൻ ശക്തമായ യൂറോപ്പിലെ ശക്തമായ ടീമാണ്. എല്ലാവർക്കും 2010 ചാമ്പ്യന്മാരായ ടീമാണ്. പക്ഷെ അർജന്റീനക്ക് മെസ്സിക്ക് ഒരു 4ാം കിരീടം നേടിക്കൊടുക്കാൻ അർജന്റീന കളിക്കാർ പൂർണ്ണമായി സജ്ജരായി കഴിഞ്ഞ് ലയണൽ സ്കലോണി എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും തന്ത്രശാലിയായ കോച്ചിയാണ്. അതുപോലെ ഒരു 70 മിനിറ്റ് വരെ സ്പെയിൻ അർജന്റീന പോസ്റ്റിൽ ഗോൾ ഇടുന്ന ഓർമ്മ സ്പെയിൻ ഉണ്ടാവുള്ളൂ. അതാണ് ഈ ലോകകപ്പ് തെളിച്ചത്. അപ്പൊ നാളെ അർജന്റീന മുന്നോട്ട് പോകണമെങ്കിൽ ഇന്ത്യ കണക്ക് പ്രകാരം ആദ്യത്തെ ഗോൾ അർജന്റീന ഇടണം. അത് എല്ലാ കളിയും അങ്ങനെ തിരിച്ചു വരണമെന്നൊന്നുമില്ല. പക്ഷെ നാളെ ആദ്യത്തെ ഗോള് അർജന്റീന ഇടണം എന്ന് പറയാൻ കാരണം ഇട്ട് കഴിഞ്ഞാൽ ഈ സ്പെയിൻ ഡിഫൻസ് താക്കാത്ത ടീമാണ് സ്പെയിൻ. അപ്പോൾ സ്പെയിൻ മൊത്തം ഇറങ്ങും. അതെ, ടിക്കറ്റ് ആക്കാം. അപ്പൊ ഗോൾ തിരിച്ചടിക്കാൻ ഇറങ്ങും സ്പെയിൻ. ആ സമയത്ത് ദുർബലമാകും സ്പെയിൻ ഡിഫൻസ്. ഒന്നുകൂടി ഇട്ടാൽ സ്പെയിന്റെ കഥ കഴിയും. അപ്പൊ ആദ്യം അർജന്റീന ഗോൾ ഇട്ടാൽ വിജയത്തിന് ഒരു പ്രയാസം ഉണ്ടാവില്ല. എന്റെ നിഗമനം സ്പെയിൻ ഇട്ടാലും ഇട്ടിട്ട് ഓർമ്മയുള്ളൂ. അത് പറഞ്ഞല്ലോ. അപ്പൊ ഇട്ട് കഴിഞ്ഞാൽ അർജന്റീന ഓർമ്മ ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ ഈ കളി കളിച്ചിരുന്നത് അങ്ങനെയാണല്ലോ. പിന്നെ അർജന്റീന സംബന്ധിച്ചിടത്തോളം അർജന്റീൻ്റെ പിന്നെ മെസ്സിക്ക് കിരീടത്തിന് വേണ്ടിയിട്ട് അർജന്റീന പോരാടും എന്ന് എനിക്ക് ഉറപ്പാണ്. ലൗതാറ മാർട്ടിനസ്, അതുപോലെ ജൂനിയർ ആൽവാരസ്, നിക്കോളാസ് ഗോൾസ്, എൻസോ ഫെർണാണ്ടസ്, അവിടെ മക്കാലിസ്റ്റർ, റൊമോറോ ഓരൊക്കെ ഫോമിലായി കഴിഞ്ഞു. അപ്പൊ സ്പെയിന്റെ കൂടുതൽ കുക്കുർല ഡിഫൻസ് കളിക്കുന്ന കുക്കുർല പിന്നെ എംബാപ്പനൊക്കെ മാർക്ക് ചെയ്ത്. പക്ഷേ ലൗതാറ മാർട്ടിനസ് കുക്കുറിലായാലും അർജന്റീന ഫോർവേഡ് ശക്തരാണ്. അതുകൊണ്ട് യൂറോപ്യൻ രാജ്യവും ലാറ്റിൻ അമേരിക്കൻ രാജ്യവും ഉള്ള പോരാട്ടമാണ്. അപ്പം സ്പെയിൻ ചില്ലറക്കാരല്ല. നാളെ 4ാം കിരീടം അർജന്റീന നേടുമെന്നാണ് വിശ്വാസം. മാറ്റം ഉണ്ടാവില്ല. സാമ്പാർ മുന്നേറികൾ നാളെ ഒരുക്കത്തിലാണ്. പിന്നോട് പറഞ്ഞ സ്പെയിൻ പരാജയപ്പെട്ടാൽ അപ്പം ഞങ്ങൾ തീരുമാനിക്കു പറഞ്ഞു. ഞാൻ ഒരു കാര്യം അവരോട് ഇന്ന് പറഞ്ഞു. എന്താ പറഞ്ഞു ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്പെയിൻ പരാജയപ്പെട്ടാൽ അത് ടീമില്ല, ഇനി അത് കോച്ച് തീരുമാനം അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് വരരുത്. ഞാൻ ഓരോട് മുൻകൂർ പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല, അവൻ പറഞ്ഞതൊന്നും ശരിയല്ല. അതൊക്കെ നാളെ തിരിച്ചടിക്കും. സ്പെയിൻ തിരിച്ചടിക്കും. കഷ്ടങ്ങൾ ഉണ്ടാവുള്ളൂ. ഇത് 46 കഷ്ടങ്ങളുണ്ട് സാമ്പാറിൽ. സ്പെയിന്റെ ഫാൻ എന്നുള്ളതിലേക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ കളി ഫ്രാൻസിനെതിരെയുള്ള ഈ പോരാട്ടം കണ്ടാലോ. എംബാപ്പനെ പിടിച്ചു കെട്ടിയ സ്പെയിൻ ആണെങ്കിൽ നാളെ എന്തായാലും മെസ്സി പൂട്ടിയിരിക്കും. എല്ലാ ഇറ്റാലിക്ക് അടിസ്ഥാനരഹിതമായ ആരോപണം. ഈ വേൾഡ് കപ്പ് മെസ്സിനെ എങ്ങനെ ഉയർത്തിക്കൊണ്ടാണ് വേൾഡ് കപ്പാണ്. എന്നുവെച്ചാൽ ഈജിപ്തിനോട് കളിച്ചാൽ പറഞ്ഞില്ലേ, ഒരു ഗോൾ ഇട്ടേ പിന്നെ വാറ് വിളിക്കുക. ക്രിസ്ത്യാനോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്ത്യാനോ ശരിക്കും ടീമിൽ ഐക്യം ഒരു സെറ്റില്ലാത്ത. മെസ്സിക്ക് എത്രമാത്രമാണ് അർജന്റീന ടീമിൽ കിട്ടുന്ന പ്രോത്സാഹനം, അതേമാതിരി ക്രിസ്ത്യാനോ റൊണാൾഡോ കിട്ടാതെ പോയി റോബർട്ടോ മാർട്ടിനസ് രാജിവെച്ചെന്ന് കേൾക്കണേ കോച്ച്, ബെൽജിയത്തിലെ കോച്ച് ചെയ്യുന്നു. അപ്പോൾ അയാളേൽ തെറ്റുപറ്റി ബ്രസീലിൽ കുടുങ്ങാൻ കാരണം കാർലോസ് ആഞ്ചലോട്ടി എന്ന് പറയുന്ന കോച്ചിനെ 100% തെറ്റുപറ്റി. അത് ബ്രസീലിൽ സംഭവിച്ച നെയ്മറിനെ പൂർണ്ണമായി ഉപയോഗിക്കുന്നിടത്ത് കാർലോസ് ആഞ്ചലോട്ടി പരാജയപ്പെട്ടതാണ്. ബ്രസീൽ പുറത്തേക്ക് പോയി. നേരത്തെ നെയ്മർ ഇറങ്ങുമ്പോൾ 2 ആളുകൾ മാർക്കേജ് ഉണ്ടാവും. ഫോം അല്ലെന്നല്ല, നോർവേന്റെ 2
ആള് അങ്കലാപ്പുണ്ടാവും അപ്പൊ ഗോൾ അടിക്കാം. വിനീസസ് ഗോൾ എടുക്കലീനി, കിക്ക് എടുക്കലീനി, അത് തെറ്റുപറ്റി. അതാണ് പ്രശ്നമായി പോയത്. പോകാൻ പറ്റട്ടെ. അപ്പൊ പറ, നാളെ ബാക്കി എന്താ പറയാനുള്ളേ? ഇല്ല, നമുക്കിത് പറയാനുള്ളതെന്ന് വെച്ചാൽ നാളത്തെ കളി സ്പെയിന്. എന്താ സ്പെയിന്റെ കൂടെ നിൽക്കാൻ കാരണം? അതല്ല, സ്പെയിൻ എന്ന് വെച്ചാൽ ഇപ്പൊ ഇതുവരെ കഴിഞ്ഞ സെമി അല്ലാത്ത എല്ലാ കളിയും കഴിഞ്ഞതും പിന്നെ ഫിഫയും കോച്ച് പിന്നെ പ്രസിഡന്റും ഇവരുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് കമ്മിറ്റി ടീമാണ്. ഇപ്പൊ ഇന്ന് കണ്ടില്ല, ഒരു ടീം ഒരു പിന്നെ കുട്ടിനോട് ഒരു അർജന്റീനയുടെ ഒരു ചോദ്യം ചോദിച്ചു 10 കളിക്കാരുടെ പേര് ചോദിച്ചു. ആ 10 കളിക്കാരുടെ പേര് കുട്ടിക്ക് പറയാൻ കഴിയാൻ 9 പേര് പറഞ്ഞപ്പോ അടുത്തുള്ള കുട്ടി പറഞ്ഞു കൊടുക്കുക ഫിഫന്റെ പ്രസിഡന്റിന്റെ പേര് പറഞ്ഞു കൊടുക്കുക. അടിസ്ഥാനരഹിതമായ അതിന് തെളിവ് കൊടുക്കാം. ഇത് വേറെ കാര്യമുണ്ട്. ഇതിപ്പോ ഈ അർജന്റീനയ്ക്ക് എതിരെ ഏതെല്ലാം ടീം കളിച്ചിനോ ആ ടീമുകളാണ് ഇവരൊക്കെ. 5-6 ജേഴ്സി മാറിയിട്ടുണ്ട്. 5 അല്ല, എത്ര ടീം, എത്ര ഇപ്പൊ സ്പെയിന്റെ അടിച്ചിരിക്കാണ്. ഈ കണ്ട ആൾക്കാരൊക്കെ സ്പെയിന്റെ ജയിച്ച് അടിച്ചിരിക്കാണ്. സ്പെയിന്റെ ഒരു ആരാധകർക്ക് ദയവ് ചെയ്ത് ഇറ്റലി അതൊക്കെ യോഗ്യത നേടാത്തത് കൊണ്ട് ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പ് സ്പെയിന് വേണ്ടി ഫാനാണ്. അതിന്റെ ഭാഗമായി മറ്റ് ഘടകങ്ങളൊക്കെ എല്ലാം തരിപ്പണമായിക്കണ കണ്ട്. അത് പോർച്ചുഗൽ ഇതാ സ്പെയിന്റെ ആൾക്കാരും അംഗീകരിച്ചിട്ടില്ല. സ്പെയിൻ ഒറ്റപ്പെട്ട സംഭവം ആരാധകരുള്ളു. അവരൊക്കെ അംഗീകാരം നൽകിയിട്ട് ഇവർ ജനകീയ മുന്നണി എന്ന് പറയപ്പെടുന്ന ഈ ടീമുണ്ടല്ലോ ആകെ നിരാശരാണ്. നാളെ ലോക ഫുട്ബോൾ പ്രേമികൾ നല്ലൊരു വിരുന്നൊരുക്കിയുള്ള മത്സരമായിരിക്കും. അത് അർജന്റീന ആൻഡ് സ്പെയിൻ. അതിന് ജനകീയ മുന്നണിയിൽ നാളെ വാഴക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ഫാൻ സോണിൽ അവസാനത്തെ ചെയറിൽ ഇവർ ഇരുന്നാൽ മതി. ഫസ്റ്റിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഫസ്റ്റ് സ്പെയിൻ ആൻഡ് അർജന്റീന ആരാധകർ ഫസ്റ്റ് അർജന്റീന സ്പെയിൻ ആരാധകർ ഇരിക്കുന്നതാണ്. ഫസ്റ്റ് അർജന്റീനയും സ്പെയിൻ ആരാധകർ ഇരുന്നതിന് ശേഷമുള്ള സീറ്റിൽ മാത്രമേ ഈ ജനകീയ മുന്നണി ഇരുന്നാൽ മതി. അത്ര മാത്രം പറയാം. രാവിലെ ഫസ്റ്റ് വന്നിട്ട് ചെയറൊക്കെ എടുത്ത് നിർത്തണം. ചെയറിൽ പൊടി ഉണ്ടെങ്കിലൊക്കെ തട്ടി ഞങ്ങൾ ഇരിക്കാനുള്ള സംവിധാനം കുറഞ്ഞ പറ്റില്ല, ആവേശം ഉണ്ടാവില്ല. എത്ര ബെറ്റ് വെച്ചിരിക്കുന്നത്? അത് കുറഞ്ഞേ ഉണ്ടാവില്ല. ഇല്ല, 2000 രൂപ ഉള്ളൂ. അത് ആരുമായിട്ടാ വെച്ചിരിക്കുന്നത്? അത് ഇവിടെ ഉള്ള ആൾക്കാർ. സാമ്പാർ മുന്നണിക്കാർ പൈസ തരുമോ? സാമ്പാർ മുന്നിൽ പൈസ ഓലിപ്പോ 10,000 കണക്കിന് ഉറുപ്പ്യ ഓലി മുട്ട നടത്താൻ പോയി. മുട്ടി പല മുട്ടുപോലും നടത്തുകയാണ്. പരാജയപ്പെടാൻ ഓല് ഇവിടെ നിൽക്കാൻ കഴിയൂല തോറ്റാൽ. അപ്പൊ ഇവര് പറഞ്ഞ എന്താ അറിയോ, സ്പെയിൻ വലിയ ടീമാണെന്നൊക്കെ ഓല് പറയുന്നുണ്ട്. പക്ഷെ ടീമായിട്ട് മുട്ടുമ്പോ നാളെ കാണാ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു മാറ്റം കുണ്ടമർ തരികടെ കൈസയുടെ നല്ലൊരു മത്സരം കാണാം. ഒരു മത്സരം ഇങ്ങനെ നടത്താൻ പറ്റൂല. കളിയില്ല, മത്സരം നടത്താൻ പറ്റൂല. സ്പെയിന്റെ തന്ത്രത്തിൽ സ്പെയിന് കൊമ്പുണ്ടോ? കൊമ്പുണ്ടോ? സ്പെയിൻ അർജന്റീന സ്പെയിൻ കളിക്കണേ 11 ആ ഒരു ഇന്റർനാഷണൽ കളിക്കാർ പിന്നെ എന്താ കൊമ്പുണ്ടോ സ്പെയിൻ? നാളെ അർജന്റീന അടിപതറും, ഉറപ്പാണ്. സ്പെയിൻ ജേതാക്കളാവും. 2026 ബെറ്റുണ്ടോ? ഇവിടെ ബെറ്റുണ്ടോ? ഭക്ഷണത്തിന് വേണ്ടിയുള്ള പറ്റും. വയറ് നിറയെ ഭക്ഷണം അർജന്റീന മുമ്പ് ഇറ്റലി. ആ ഇറ്റലി ഇതുവരെ ലോകകപ്പ് യോഗ്യത കിട്ടിയില്ല. ഞങ്ങൾ വിശ്വാസമാണ് കപ്പുണ്ടാവില്ല. ഒരു കാര്യം, മൂപ്പർ ബെറ്റ് വെച്ചിരിക്കുന്നു. സ്പെയിൻ ജയിച്ച മൂപ്പർ വയറ് നിറച്ച് ബിരിയാണി ഞങ്ങൾക്ക് വാങ്ങി കൊടുക്കും. അപ്പൊ ഉറപ്പാണ്. അതെ, നമ്മൾ ഉറപ്പിച്ചു, കൈവത്തി ഉറപ്പിച്ചു. ഇവർ മാത്രമല്ല. അപ്പോൾ സ്പെയിൻ ജയിച്ചാൽ ഇതാ സുബൈർക്ക് വയറ് നിറച്ച് ബിരിയാണി. തിരിച്ച് അർജന്റീന ജയിച്ചാൽ തിരിച്ച് നിങ്ങളുടെ പേരെന്താ? സ്പെയിൻ കബീർ വാഴക്കാടിന് തിരിച്ച് വയറ് നിറച്ച് ബിരിയാണി. ഇറ്റലി കബീർ പഴയ ഇറ്റലിയാണ്. ജനകീയ മുന്നണിക്കാർ വെറുതെ ഉണ്ടാക്കുന്ന ഏർപ്പാടുകളാണ് ഇവരൊക്കെ. നാളത്തെ ഒരു അഭ്യർത്ഥന, പ്ലീസ്. നാളെ കഴിഞ്ഞ പ്രാവശ്യം ഇംഗ്ലണ്ട് അർജന്റീന മത്സരം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഫാൻ സോണിൽ. അതില്ലാതാക്കാൻ ഈ ജനകീയ മുന്നണിയുടെ ആൾക്കാർ ലാസ്റ്റ് ചെയറിൽ വന്ന് ഇരുന്നാൽ മതി. അപ്പൊ നാളെ വയർ നിറച്ച് ബിരിയാണി ആർക്ക് കിട്ടുമെന്ന് കളി കഴിഞ്ഞ ശേഷം എന്നെ വിളിച്ച് പറയണം. ഓക്കെ, അപ്പോൾ ഈ ആവേശമാണ് നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ കാത്തിരിക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. മിനിറ്റുകൾ മാത്രമാണുള്ളത്. അപ്പോൾ വാഴക്കാട് നിന്ന് മനു മാടപ്പാട്ട്, കൈരളി ന്യൂസ്.